പൂട്ടണം ഹിന്ദുത്വയുടെ കങ്കാരു കോടതികൾ എന്ന തലക്കെട്ടോടെ ദീപിക പങ്കുവച്ച മുഖപ്രസംഗം ശ്രദ്ധേയമാകുന്നു. ന്യൂനപക്ഷങ്ങൾക്ക് നേരെയുള്ള സംഘപരിവാർ അതിക്രമങ്ങളെ രൂക്ഷഭാഷയിൽ വിമർശിക്കുന്ന എഡിറ്റോറിയലിന്റെ പ്രസക്ത ഭാഗങ്ങൾ ഇങ്ങനെയാണ്. ഹിന്ദുത്വയുടെ കങ്കാരു കോടതി ഒടുവിൽ കൂടിയത് ഒഡീഷയിൽ റൂർക്കല രാജ്യറാണി എക്സ്പ്രസിലായിരുന്നു. കന്യാസ്ത്രീയെയും ഒപ്പമുള്ള യാത്രക്കാരെയും വിചാരണയ്ക്കും ശിക്ഷയ്ക്കും വിധേയരാക്കുമ്പോൾ അവർ പുറത്തെടുത്തത് സ്ഥിരം ആരോപണമായിരുന്നു: മതപരിവർത്തനം. പാകിസ്ഥാനിലെ തീവ്രവാദികൾ അവിടുത്തെ ന്യൂനപക്ഷങ്ങളെ ആക്രമിക്കുന്നതിന് മുമ്പ് പറയുന്ന മതനിന്ദ, ദൈവദൂഷണം എന്നിവയുടെ ഇന്ത്യൻ പരിഭാഷ. പക്ഷേ അതിർത്തിക്കപ്പുറമുള്ള മതകുറ്റവാളികളെ മടയിലെത്തി ശിക്ഷിച്ച രാജ്യം അതിർത്തിക്കുള്ളിലെ കുറ്റവാളികളെ പിന്തുടരുന്നില്ല. നിർബന്ധ മതപരിവർത്തന നിരോധന നിയമങ്ങൾ കൊണ്ട് ന്യൂനപക്ഷങ്ങൾക്ക് പീഡനവും തടവറയും ഗർഭാപ്പസി കൊണ്ട് ഹിന്ദുത്വയ്ക്ക് സംരക്ഷിത മേഖലയും ഉറപ്പാക്കിയവർ വളർത്തിയെടുത്ത അക്രമി സംഘങ്ങളാണ് ട്രെയിനിൽ നിന്ന് കന്യാസ്ത്രീ ഉൾപ്പെടെയുള്ളവരെ വലിച്ചിറക്കിയത്. കേന്ദ്ര സർക്കാർ നിശബ്ദതയുടെ 11 വർഷത്തെ ദുരൂഹ വാൽമീകത്തിൽ നിന്നും പുറത്തുവരണം. മതേതരത്വം ഭരണഘടനയിലെ വാക്കല്ല, ഭരിക്കുന്നവരുടെ പ്രവൃത്തിയാണ്. രാജ്യത്ത് ക്രൈസ്തവർക്കെതിരെയുള്ള ആക്രമണങ്ങളിൽ പുതിയതാണ് മെയ് 31 രാത്രി 11 ഒഡീഷയിലെ ബറാംപൂരിനടുത്തുള്ള ഗോർദ റോഡ് റെയിൽവേ സ്റ്റേഷനിലുണ്ടായത്. പരിശീലന പരിപാടിയിൽ പങ്കെടുക്കാനായി ജാർസുഗുഡയിലേക്ക് റൂർക്കല രാജ്യറാണി എക്സ്പ്രസിൽ യാത്ര ചെയ്യുമ്പോഴാണ് കന്യാസ്ത്രീക്കും കൂടെയുണ്ടായിരുന്ന കുട്ടികൾക്കും നേരെ സംഘപരിവാർ അതിക്രമം. ഹോളി ഫാമിലി സന്യാസിനി സമൂഹാംഗമായ 29 വയസ്സുള്ള കന്യാസ്ത്രീയും കൂടെയുണ്ടായിരുന്ന സഹോദരൻ ഉൾപ്പെടെ 2 ആൺകുട്ടികളും 4 പെൺകുട്ടികളുമായിരുന്നു ഇരകൾ. പെൺകുട്ടികളിലൊരാൾ കടുത്ത തലവേദനയെ തുടർന്ന് കരയുന്നത് കണ്ട ബജ്രംഗ് ദൾ പ്രവർത്തകർ കുട്ടിയെ കന്യാസ്ത്രീ നിർബന്ധിച്ച മതപരിവർത്തനം നടത്തുവാൻ കൊണ്ടുപോവുകയാണെന്ന് പറഞ്ഞ് തടയുകയും ഗോർദ റോഡ് റെയിൽവേ സ്റ്റേഷനിലേക്ക് കൂടുതൽ പ്രവർത്തകരെ വിളിച്ചു വരുത്തുകയും ചെയ്തു. അവർ ട്രെയിനിനുള്ളിലേക്ക് ഇരച്ചു കയറി ചോദ്യം ചെയ്യൽ തുടങ്ങി. കന്യാസ്ത്രീക്ക് നേരെ കയ്യേറ്റവും വധഭീഷണിയുമുണ്ടായി. തങ്ങൾ ജന്മനാ ക്രൈസ്തവരാണെന്ന് കുട്ടികൾ പറഞ്ഞെങ്കിലും അക്രമികൾ പിന്മാറിയില്ല. ഇവരെ ട്രെയിനിൽ നിന്ന് വലിച്ചിറക്കി റെയിൽവേ പോലീസിന്റെ ഓഫീസിലെത്തിച്ചു. പോലീസ് കാഴ്ചക്കാരായി നിന്നു. കന്യാസ്ത്രീയുടെയും പെൺകുട്ടികളുടെയും മാതാപിതാക്കളും അഭിഭാഷകരും മനുഷ്യാവകാശ പ്രവർത്തകരും ഇടപെടുകയും അക്രമികളുടെ ആരോപണം വ്യാജമാണെന്ന് തെളിയുകയും ചെയ്തതോടെയാണ് പിറ്റേന്ന് വൈകുന്നേരം വിട്ടയച്ചത്. ആളുകളെ ചോദ്യം ചെയ്യുവാനും ശിക്ഷിക്കാനുമൊക്കെ ഈ വർഗീയവാദികൾക്ക് ആരാണ് അധികാരം കൈമാറിയത്? ഒഡീഷയിൽ ചർബതി കാർമൽ നികേതനിലെത്തിയ 9 അംഗ അക്രമി സംഘം വൈദികരെ ആക്രമിക്കുകയും കൊള്ളയടിക്കുകയും ചെയ്തത് മെയ് 23 ഫാദർ ലിനസ് OCD, ഫാദർ സിൽവിൻ OCD എന്നിവരെയാണ് ക്രൂരമായി മർദ്ദിച്ചത്. മോഷ്ടിക്കാൻ മാത്രമെത്തിയവരാണെങ്കിൽ കെട്ടിയിട്ട ശേഷം ക്രൂരമായി മർദ്ദിച്ചതും ഇവിടെ ഇനി കണ്ടുപോകരുതെന്നൊക്കെ പറയുന്നതിൽ ദുരൂഹതയുണ്ട്. പോലീസ് സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരണം. ഇതൊന്നും യഥാർത്ഥ ഹിന്ദുവിനും മുസ്ലിമിനും ക്രിസ്ത്യാനിക്കും കണ്ടു നിൽക്കാനാകുന്നതല്ല. അക്രമത്തിനിരയായ വൈദികരെ രക്ഷിക്കാനെത്തിയത് തൊട്ടടുത്ത ക്ഷേത്രത്തിലെ പൂജാരിയാണ്. BJP അധികാരത്തിലെത്തിയ 2014 മുതൽ 2024 വരെ ക്രൈസ്തവർക്കെതിരെ 4316 അക്രമ സംഭവങ്ങൾ ഉണ്ടായതായാണ് യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറത്തിന്റെ റിപ്പോർട്ട്. 2024 മാത്രം 834 ആക്രമണങ്ങൾ. നരേന്ദ്രമോദി അധികാരത്തിലെത്തിയ 2014 ഇത് 127 ആയിരുന്നു. ഇതൊക്കെ കെട്ടിച്ചമച്ച ആരോപണങ്ങളാണെന്ന് സ്ഥാപിക്കുവാൻ ചില സംഘപരിവാർ മാധ്യമങ്ങളും ഹിന്ദുത്വവാദികൾ വിലക്കിക്കൊടുത്തവരും കിണഞ്ഞു പരിശ്രമിക്കുന്നുണ്ടെങ്കിലും ഒന്നും വ്യാജമാണെന്ന് തെളിയിക്കാനായിട്ടില്ല. സംഘപരിവാറിന്റെ ന്യൂനപക്ഷ വിരുദ്ധത, നിർബന്ധിത മതപരിവർത്തന നിരോധന നിയമങ്ങൾ, കേന്ദ്ര സർക്കാരിന്റെ നിശബ്ദത, ഹിന്ദുത്വ നേതാക്കളുടെ വിദ്വേഷ പ്രസംഗങ്ങൾ തുടങ്ങിയവയൊക്കെ ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള അക്രമങ്ങൾ വർദ്ധിപ്പിച്ചു. കഴിഞ്ഞ ഓഗസ്റ്റ് 9 ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് അനുസരിച്ച് ഉത്തർപ്രദേശിൽ മാത്രം 2020 നവംബർ മുതൽ 2024 ജൂലൈ 31 വരെ മതപരിവർത്തനം ആരോപിച്ച് പോലീസ് 835-ലധികം FIRകൾ രജിസ്റ്റർ ചെയ്തു. 1682 പേർ അറസ്റ്റിലായി. ഇതിൽ 4 കേസുകളിൽ മാത്രമേ ഇതുവരെ ശിക്ഷിക്കപ്പെട്ടിട്ടുള്ളൂ. പാകിസ്ഥാനിൽ തീവ്രവാദികൾ മതനിന്ദ കുറ്റം ആരോപിച്ചാൽ അത് തെളിയിക്കുവാൻ ഇരകൾ ബാധ്യസ്ഥരാകുന്ന സ്ഥിതിവിശേഷം നമ്മുടെ രാജ്യത്തും ഉടലെടുത്തു കഴിഞ്ഞു. 2023 ഏപ്രിലിൽ ഡൽഹി ആർച്ച് ബിഷപ്പ് ഡോക്ടർ അനിൽ കൂട്ടോയുടെ നേതൃത്വത്തിൽ ക്രൈസ്തവ നേതാക്കൾ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെ കണ്ട് ക്രൈസ്തവർക്കെതിരെയുള്ള ആക്രമണങ്ങളെക്കുറിച്ച് ബോധ്യപ്പെടുത്തി. 2024 ജൂലൈ 12 CBCI പ്രസിഡന്റ് ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴ്ത്തന്റെ നേതൃത്വത്തിൽ
പ്രധാനമന്ത്രിയെ നേരിൽ കണ്ട് നിവേദനം സമർപ്പിച്ചു. 2024 ഡിസംബറിൽ 30 ക്രൈസ്തവ സഭാ വിഭാഗങ്ങളും 400 മുതിർന്ന ക്രൈസ്തവ നേതാക്കളും ഇതേ വിഷയത്തിൽ രാഷ്ട്രപതിക്കും പ്രധാനമന്ത്രിക്കും നിവേദനം നൽകി. ഒന്നിനും ഒരു ഫലവും ഉണ്ടായിട്ടില്ല. ഹിന്ദു ക്ഷേത്രങ്ങൾ ആക്രമിക്കപ്പെട്ടതിനെതിരെ നടപടിയെടുക്കണമെന്ന് 2023 മെയ്യിലെ സന്ദർശനത്തിനിടെ ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബനീസിനോട് മോദി ആവശ്യപ്പെടുമ്പോൾ മണിപ്പൂരിലെ കലാപത്തിൽ ക്രിസ്ത്യൻ പള്ളികളും സ്ഥാപനങ്ങളും കത്തിച്ചാമ്പലാവുകയായിരുന്നു. കലാപം പൊട്ടിപ്പുറപ്പെട്ടതിന് ശേഷം ഇന്ന് വരെ പ്രധാനമന്ത്രി മണിപ്പൂർ സന്ദർശിച്ചിട്ടില്ല. യൂറോപ്പിലും അമേരിക്കയിലും ഗൾഫ് രാജ്യങ്ങളിലും ഹൈന്ദവ ക്ഷേത്രങ്ങളും വിശ്വാസവും സംരക്ഷിക്കപ്പെടുന്ന കാലത്ത് ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ന്യൂനപക്ഷ സംരക്ഷണത്തിൽ പിന്നോട്ടു പോകുന്നു. മതഭ്രാന്തികൾക്കെതിരെയുള്ള പോരാട്ടം വിവിധ തലങ്ങളിൽ നടക്കേണ്ടതാണ്. പക്ഷേ സർക്കാർ ഒപ്പമില്ലെങ്കിൽ മാധ്യമങ്ങളുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും മതേതര സംഘടനകളുടെയും ഒന്നും ശ്രമം ഫലവത്താകില്ല. ഉത്തരേന്ത്യയിൽ പലയിടങ്ങളിലും പുരോഹിതർക്കും കന്യാസ്ത്രീകൾക്കും തങ്ങളുടെ സന്യസ്ത വേഷങ്ങൾ ധരിച്ച് യാത്ര ചെയ്യാനാകാത്ത സ്ഥിതിയുണ്ട്. ഒപ്പമുള്ളവർ ആരാണെന്ന് വർഗീയവാദികളെ ബോധ്യപ്പെടുത്തുവാൻ സർട്ടിഫിക്കറ്റുകളുമായി സഞ്ചരിക്കേണ്ടി വന്നിരുന്നു. ഈസ്റ്ററും ക്രിസ്തുമസും ഞായറാഴ്ച ആചരണവുമൊക്കെ ഭീതിയുടെ അന്തരീക്ഷത്തിലായി. ആരാധനാലയങ്ങളുടെ അടിത്തറമാന്തലും ബുൾഡോസർ രാജും ആൾക്കൂട്ട ആക്രമണങ്ങളുമൊക്കെ സമ്പന്ന ന്യൂനപക്ഷത്തിന്റെ അഭിവൃദ്ധി സൂചനയായ 4ാം സാമ്പത്തിക ശക്തി പതക്കം കൊണ്ട് മറയ്ക്കാനാകില്ല. ഹിന്ദുത്വ ശക്തികൾ എപ്പോൾ എവിടെ വെച്ച് ആവശ്യപ്പെട്ടാലും വിചാരണയ്ക്ക് നിന്നുകൊടുക്കുവാനുള്ള ബാധ്യത ന്യൂനപക്ഷങ്ങൾക്കില്ല. ഈ ഭൂരിപക്ഷ വർഗീയത കേന്ദ്ര സർക്കാരിന്റെ പിൻവാതിൽ നിയമനമല്ലെങ്കിൽ നിശബ്ദത അവസാനിപ്പിക്കണം. മതം ചോദിച്ച് നിരപരാധികളെ ആക്രമിക്കുന്നവർ പഹൽഗാമിലായാലും ഒഡീഷയിലായാലും ഛത്തീസ്ഗഡിലായാലും UPയിലായാലും ശിക്ഷിക്കപ്പെടേണ്ടതാണ്. മതഭ്രാന്തിന്റെ കങ്കാരു കോടതികൾ പൂട്ടാൻ കേന്ദ്ര സർക്കാരിന് മാത്രമേ സാധിക്കൂ. രാജ്യം കാത്തിരിക്കുന്നു എന്ന വാക്കുകളോടെയാണ് എഡിറ്റോറിയൽ പൂർണ്ണമാകുന്നത്.